നമസ്കാരം. അകമ്പുറത്തിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ സമരം ജയിച്ചോ തോറ്റോ? വാദങ്ങളും വിവാദങ്ങളും തുടരുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ജയപരാജയത്തിനപ്പുറം ഒരു അന്വേഷണം. ഇത് എന്തുതരം സമരമുറയാണ്? CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്, കോൺഗ്രസ് വക്താവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, മാധ്യമ നിരീക്ഷകൻ ഒപ്പം ഇന്ത്യ ടുഡേ അസോസിയേറ്റ് എഡിറ്റർ MG രാധാകൃഷ്ണൻ. സ്വാഗതം എല്ലാവർക്കും. ഇത് എവിടെയെങ്കിലും പരീക്ഷിച്ച് വിജയിച്ച സമരരീതിയാണോ അതോ പ്രതിപക്ഷം കേരളത്തിന് വേണ്ടി മാത്രം കണ്ടുപിടിച്ചതാണോ? അറുപതുകൾക്ക് ശേഷം ലോകത്തുണ്ടായ ജനകീയ മുന്നേറ്റങ്ങൾക്കൊന്നും വ്യവസ്ഥാപിത രീതിയോ നേതൃത്വമോ ഉണ്ടായിരുന്നില്ല. ടിയാനൻമെൻ സ്ക്വയറിലെ വിദ്യാർത്ഥി മുന്നേറ്റം മുതൽ പ്രാഗ് വസന്തവും അറബ് വസന്തവും, എന്തിന് ഇന്ത്യയിലെ ഡൽഹിയിൽ ബലാത്സംഗത്തിനിരയായി പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോഴുണ്ടായ പ്രതിഷേധം വരെ എല്ലാം അങ്ങനെയായിരുന്നു. പുതിയ കാലത്ത് നാഥനില്ലാത്ത ആൾക്കൂട്ടങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം ധാരാളം മതിയായിരുന്നു. പക്ഷേ ക്ഷണികവും ഉപരിപ്ലവവും അരാഷ്ട്രീയവും വൈകാരികവുമായ പ്രതികരണം, മധ്യവർഗത്തെ മാത്രം അഭിസംബോധന ചെയ്യുന്ന ഉള്ളടക്കം എന്നിങ്ങനെ പല വിമർശനങ്ങളും നേതാവില്ലാത്ത ആൾക്കൂട്ടങ്ങൾ നേരിട്ടു. എല്ലായിടത്തും തുടർച്ചകളില്ലാതെ അവസാനിക്കാനായിരുന്നു കേവല ആൾക്കൂട്ടങ്ങളുടെ നിയോഗം. പോരാട്ടം തുടരാൻ നല്ല നേതൃത്വം പോയിട്ട് പേരിനൊരു പാർട്ടിയെങ്കിലും എവിടെയും ഇല്ലായിരുന്നു. പക്ഷേ എല്ലാ പ്രശ്നങ്ങൾക്കും അപ്പുറം അടിമുടി ജനാധിപത്യപരമായിരുന്നു ഈ ആൾക്കൂട്ടങ്ങൾ. മനുഷ്യരെ റോഡിലും റെയിൽപാളത്തിലുമൊക്കെ ചങ്ങലയായും കോട്ടയായും പണ്ട് കണ്ടിട്ടുണ്ടെങ്കിലും 1,00,000 പേർ തലസ്ഥാനത്തെത്തി തെരുവിൽ രാവുറങ്ങിയത് മലയാളിക്കും പുതുമയായി. പക്ഷേ എങ്ങും ദൃശ്യമായത് സംഘടനയുടെയും നേതൃത്വത്തിൻ്റെയും അതിപ്രസരം. എല്ലാം പട്ടാളച്ചിട്ടയിൽ. കാസർഗോട്ട് നിന്ന് വന്ന മുഹമ്മദും കൊച്ചിയിലെ ജോണും കോഴിക്കോട്ടെ ചന്ദ്രനുമൊക്കെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏതു ഭാഗത്ത് നിൽക്കണം, ഇരിക്കണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ പാർട്ടി തീരുമാനിച്ചു. എല്ലാം പാർട്ടി നടപ്പാക്കി. അനുസരിക്കാത്ത ചിലരെയെങ്കിലും നിയന്ത്രിക്കാൻ പിണറായിക്ക് ചിലപ്പോഴെങ്കിലും ഇറങ്ങേണ്ടി വന്നെങ്കിലും. ഡോക്ടർ ഐസക്, ഇതൊരു പുതിയ സമരരീതിയാണ് എന്ന് സ്ഥാപിക്കാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാൾ താങ്കളാണ്. ഇതൊരു സമരരീതിയായി അംഗീകരിച്ചാൽ കേരളത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ ഗതി എന്താവും? സമരരീതികൾ ഒരേപോലെയായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം പുതിയ സമരമുറകൾ. ശരി, ഒരു വർഷത്തിൽ ഇത്തരം എത്ര സമരത്തിന് താങ്ങാനുള്ള ശേഷിയുണ്ട് കേരളത്തിന്? അതൊന്നും നമ്മൾ തീരുമാനിക്കേണ്ടല്ലെന്ന്. ഈ താങ്ങലും താങ്ങാതിരിക്കലൊക്കെ ജനങ്ങളല്ലേ. ഈ ജനങ്ങളെല്ലാം വന്നാലോ? ക്വാട്ട തീരുമാനിച്ച് ബ്രാഞ്ചിനും ലോക്കലിനും AC-ക്കും കൊടുത്ത് ആളെണ്ണം നിശ്ചയിച്ച് തല നോക്കി അങ്ങനെ കണ്ടെത്തി എടുത്ത ആളുകളെ യാത്രയപ്പ് കൊടുത്ത് കൃത്യമായി അവിടെ നിന്ന് വണ്ടി പിടിച്ച് ഇവിടെ കൊണ്ടിറക്കി. അതിനെങ്ങനെ ജനകീയ മുന്നേറ്റം? അതുണ്ട്. അത് മാത്രമാണോ? അത് എൻ്റെ ഫ്ലാറ്റിൽ താമസിച്ചാലും പാർട്ടി കോട്ടെടുത്തൊന്നുമല്ല. എനിക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ 6-7 പേരുടെ ഫ്ലാറ്റിലുണ്ട്. ഇവർ പാർട്ടി തീരുമാനിച്ചതും വന്നതല്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ സമരത്തിനെതിരെ സർക്കാർ സ്വീകരിച്ച പ്രതിരോധങ്ങളും ഇതുപോലെ തന്നെ വിമർശന വിധേയമായി. ഒരു സമരത്തെ ഇങ്ങനെയൊക്കെയാണോ നേരിടേണ്ടത്? ഇതൊരു സമര രീതിയായി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പരിഷ്കൃതമായ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇത്തരം പ്രാകൃതമായ സമരത്തെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കി ജനങ്ങളുടെ സുരക്ഷ ഗവൺമെൻറ് കൈകളിലാണ്. അവർക്ക് സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ നാളെ നിങ്ങൾ തന്നെ ചോദിക്കും, ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടോ, ഒരു ഭരണമുണ്ടോ? ഉണ്ടെന്ന് തെളിയിക്കാൻ തന്നെയാണ് ഞങ്ങൾ ആ നടപടി സ്വീകരിച്ചത്. ശ്രീ MG രാധാകൃഷ്ണൻ, ഇതിലെവിടെയാണ് ഒരു ശരി? ഒരു നാട്ടിൻ്റെ ഒരു നാട്ടിൻ്റെ പാരിസ്ഥിതികവും ജനങ്ങളുടെ ആവശ്യങ്ങളെയെല്ലാം ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇവിടെ മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നഗരത്തിന് മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അവർക്ക് സ്വയം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സമരം അനിശ്ചിതകാലത്തേക്ക് ജനലക്ഷ്യങ്ങൾ നടത്തുന്നത് ഒരു രീതിയിൽ ന്യായീകരിക്കാവുന്നതാണ്. നാടോടിക്കാറ്റെന്ന് പറയുന്ന മനോഹരമായ ഒരു സിനിമയുണ്ട്. അതിനകത്ത് 2 CID-കളുണ്ട്, ദാസനും വിജയനും. പാവപ്പെട്ട പ്രവർത്തകനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് പിണറായി കാ ദോസ്ത്, ഐസക് കാ ദോസ്ത്, കോടിയേരി കാ ദോസ്ത് എന്ന് പറഞ്ഞ്
മുഖ്യമന്ത്രിയുടെ രാജിയുമായി മടങ്ങി പോകാമെന്ന് വിചാരിച്ചു. ഒരു സമര രൂപത്തെ നിങ്ങളിങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? നിങ്ങൾ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു പാതയിലൂടെ നിങ്ങളെ മനസ്സോടിക്കൊണ്ടിരിക്കുന്നു. ഈ സമരത്തിന്റെ ചില സാമ്പത്തിക കണക്കുകൾ. ഉപരോധ സമര ചെലവിനെ പല രീതിയിൽ വിലയിരുത്താം. കേരളത്തിലെ 3000 പോലീസിനെ തലസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയതിന് പ്രവർത്തന ചെലവ് തന്നെ ലക്ഷങ്ങളുടെ നഷ്ടം. സമരം നേരിടാൻ കേരളത്തിലെത്തിയ കേന്ദ്ര സൈനിക്കും കൂടി കൂട്ടുമ്പോൾ അർദ്ധസൈനിക വിഭാഗത്തിന്റെ ആകെ ചെലവ് 50 ലക്ഷം രൂപയോളം. ഇനി മറുഭാഗത്തും ചെലവിന് യാതൊരു കുറവുമില്ല. സമരത്തിൽ അണിചേർന്ന ഒരു പ്രവർത്തകന് വേണ്ടി പാർട്ടി 1500 രൂപ മാറ്റിവെച്ചപ്പോൾ ഭരണസിരാ കേന്ദ്രം വളഞ്ഞ 50,000 പേർക്കായി പാർട്ടി ബജറ്റ് 7.5 കോടി. എന്നാൽ രണ്ടാം ദിനം മുഖ്യമന്ത്രിയുടെ രാജിക്കാര്യം തന്നെ രാജിയായതോടെ വൻ നഷ്ടം ഒഴിവായി. ഇനി പാർട്ടിയും സർക്കാരുമല്ലാതെ തലസ്ഥാനവാസികൾക്കും നഷ്ടം നിരവധിയാണ്. കോടികളുടെ നഷ്ടക്കണക്കിനിടയിൽ പൊതുപാതയടച്ച് സമരം മുന്നേറിയപ്പോൾ പെരുവഴിയിലായ പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ നിന്ന് പോയ ചില്ലറക്കാശിന്റെ കണക്കുമുണ്ട്. 35 രൂപ ഓട്ടോയ്ക്ക് കൊടുത്താണ് ഇവിടെ വന്നത്. ശരിക്കും കഷ്ടപ്പെട്ടാണ് വരുന്നത്. ഇനി കേരള ഖജനാവിനും ബാർ മുതലാളിമാർക്കുമുള്ള നഷ്ടം നോക്കുക. നഗരത്തിലെ 40 ബാറുകൾ 2.5 ദിവസം അടച്ചിട്ടപ്പോൾ മദ്യവിൽപ്പനയിലെ മാത്രം നഷ്ടം 5 കോടിയിലേറെ. അടച്ചിട്ട ബിവറേജസ് ഔട്ട്ലെറ്റുകളിലൂടെ സർക്കാരിനുണ്ടായ നഷ്ടം 6 കോടിയോളം. സോളാർ കണക്കിൽ നഷ്ടങ്ങളുടെ കണക്ക് പിന്നെയും ബാക്കി. ശ്രീ ടി എം തോമസ് ഐസക്, താങ്കളൊരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് എന്ന് മാത്രമല്ല കേരളത്തെ സാമ്പത്തിക അച്ചടക്കം പഠിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചയാളും കൂടിയാണ്. താങ്കൾ ഈ മൂലധന ചെലവ്, മൂലധനേതര ചെലവ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചെലവുകൾ നമുക്ക് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമല്ല എന്ന് പറഞ്ഞ് വെട്ടി മാറ്റിയ കാഴ്ചകളും കണ്ടതാണ്. ഇത്തരമൊരു സമരം, ഈ ഒരു കണക്കുകൾ, ഇതൊക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണമാണോ? പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന കണക്കായിട്ട് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ റിയൽ കോസ്റ്റ് എന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞ ചിലവുകളൊന്നുമല്ല. റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ആരോഗ്യത്തിന് വരുന്ന ചിലവുണ്ട്. ഞാനൊരു 4 ദിവസം തെരുവിൽ കിടന്നിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതല്ല. പക്ഷേ ആ കോസ്റ്റ് ഞാൻ എടുക്കാൻ തയ്യാറാണെന്ന്, ആ കോസ്റ്റ് എടുക്കാൻ തയ്യാറായിട്ടാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെയുള്ള ചിലവുകളുണ്ട് ഒഴിവാക്കാനാവാത്തത്. ബാക്കിയുള്ളത് ചിലവല്ല യഥാർത്ഥത്തിൽ. അത് പിന്നെ കേന്ദ്രീകരിച്ച് കൊടുക്കുന്നു. അപ്പോൾ എവിടെ നിന്ന്? നാട്ടിൽ നിന്ന് പിരിച്ച് ഉണ്ടെന്ന് ഇല്ലെന്ന് പറയുന്നില്ല. ആരെയും ബലം പ്രയോഗിച്ച് പിരിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കിയാൽ കാണാം. ഉൽപ്പന്നങ്ങൾ പിരിവാണ് വന്നിട്ടുള്ള മുഴുവനും. മിനിമം വേണ്ടുന്ന ഭക്ഷണം, അതിന് അപ്പുറത്തേക്കുള്ള ആർഭാടവും സമ്മേളന സ്ഥലത്ത് നടക്കുന്ന പോലുള്ള ഏർപ്പാടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാം, യഥാർത്ഥ ചെലവെന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് ഈ സമരത്തിൽ. അനിശ്ചിതമായി കൊണ്ടുപോകാനാണ് ഈ സമരവുമായി വന്നത്. അനിശ്ചിതം എന്ന് പറഞ്ഞാൽ നിശ്ചയമില്ല. അപ്പോൾ മുഖ്യമന്ത്രി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നവരെ ഈ സമരം നടത്തണമെങ്കിൽ 30 മണിക്കൂർ നടത്തിയ സമരത്തിന്റെ ചെലവല്ലല്ലോ ഇതിന്റെ തുക. ഇത് ഞാൻ എത്ര അപമാനിക്കപ്പെട്ടാലും ഈ കസേരയിൽ നിന്ന് പോവില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളിനെ അതിൽ നിന്ന് ഒഴിവാക്കാൻ, അതിൽ നിന്ന് ഇറക്കി വിട്ട് നാണിപ്പിക്കാൻ ഒരു സമരത്തിനും കഴിയില്ല. വലിയ ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി പേടിപ്പിച്ചു കളഞ്ഞു വെച്ചിട്ടല്ല. ഞാൻ പറയുന്നത് ഞങ്ങൾ ഫാസിസ്റ്റ് പ്രസ്ഥാനമൊന്നുമല്ല. ഇവിടെ ജനാധിപത്യ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കുന്ന, എത്രയോ നാളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയും പ്രസ്ഥാനമാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയെ ചെവിക്ക് പിടിച്ചെന്ന സെക്രട്ടേറിയറ്റിൽ നിന്ന് കറക്കി എറിഞ്ഞ് കളയാം എന്ന് വിചാരിച്ചല്ല ഈ വരുന്നത്. തോമസ് ഐസക് പറയട്ടെ ഇത് വിജയമാണ്, പിണറായി വിജയൻ പറയട്ടെ ഇത് വിജയമാണ്, കോടിയേരി പറയട്ടെ വിജയമാണ്. പക്ഷേ ഈ സമരം വിജയമാണോ പരാജയമാണോ എന്ന് വിലയിരുത്തേണ്ടത് കേരളത്തിലെ ജനങ്ങളും മാധ്യമ പ്രവർത്തകരുമാണ്. ഇതൊരു പിരിക് വിക്ടറിയാണ്.